നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് എങ്ങനെ ഉണ്ടാകും എന്നുള്ള വീഡിയോകളാണ് ഇപ്പൊ ചെയ്തു വരുന്നത്. രോഹിണി നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1200 ആണ്ട് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് മകയിര നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1200 ആണ്ട് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് പരിശോധിക്കാം. മകയിര നക്ഷത്രം ചൊവ്വാദശയിലാണ് ജനിക്കുക. ഏകദേശം ചൊവ്വാദശ ആകെ 7 വർഷമാണ്. ഏകദേശം 3 വർഷം ചൊവ്വാദശ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. അങ്ങനെ വരുമ്പോൾ ഏകദേശം 21 വയസ്സുവരെ രാഹുർദശയും, ഏകദേശം 37 വയസ്സുവരെ വ്യാഴദശയും, ഏകദേശം 56 വയസ്സുവരെ ശനിദശയും, ഏകദേശം 73 വയസ്സുവരെ ബുധദശയുമായിരിക്കും. മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് രാഹുർദശയും ശനിദശയുമായിരിക്കും കൂടുതൽ നല്ലത്. എന്നാൽ ജാതകത്തിൽ വ്യാഴവും ബുധനും ഒക്കെ അനുകൂലത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ആ ദശാകാലവും നല്ല ഫലങ്ങൾ തന്നെ നൽകുന്നതാണ്. മകയിരം നക്ഷത്രം 2 രാശികളിലായിട്ട് വരുന്ന നക്ഷത്രമാണ്. ആദ്യ 2 പാദം ഇടവൻ രാശിയിലും അതിനുശേഷമുള്ള 3ഉം 4ഉം പാദങ്ങൾ മിഥുനം രാശിയിലുമായിട്ടാണ് വരുന്നത്. മകയിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. നഷ്ടസാധ്യതയുള്ള പ്രവർത്തനങ്ങളിൽ പണം മുടക്കിയുള്ള പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം. നഷ്ടസാധ്യതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കരാറുകൾ, ജാമ്യം നിൽക്കുക പോലെയുള്ള കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് പൊതുവെ എല്ലാ തരത്തിലുമുള്ള ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എന്നർത്ഥം. ബിസിനസ്സുകാർ പൊതുവെ എല്ലാ തരത്തിലുള്ള വിപണി കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോട് വീക്ഷിക്കേണ്ട ഒരു സമയമാണ്. അല്ലാത്ത പക്ഷം വിപണിയിൽ പുറകോട്ട് പോകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. അധ്യാപകരായിട്ടുള്ള മകയിര നക്ഷത്രക്കാരെ സംബന്ധിച്ചും ചില പോരായ്മകളൊക്കെ അവരുടെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാം. പ്രയത്നങ്ങൾക്ക് ചിലപ്പോൾ ഫലം കിട്ടാതെ വന്നേക്കാം. അങ്ങനെ ഒരു ആശങ്കയും അവരിൽ ഉണ്ടായേക്കാം. എന്നാൽ പുതുവർഷം തുടങ്ങി ഏതാനും മാസങ്ങൾക്ക് ശേഷം നല്ല രീതിയിലേക്ക് അവർക്ക് അവരുടെ തൊഴിൽ മേഖലയെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികൾക്കും ആദ്യത്തെ 1-2 മാസം കഴിയുമ്പോൾ അനുകൂല സമയമാണ് എന്ന് പറയാം. കുടുംബത്തിൽ എല്ലാവരുമായിട്ടും സന്തോഷമായിട്ടും സൗഹാർദ്ദമായിട്ടും പെരുമാറാനുള്ള ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. നയപരമായിട്ട് പെരുമാറിക്കൊണ്ട് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിറയ്ക്കാവുന്നതാണ്. ചെറിയ പ്രശ്നങ്ങളെയൊക്കെ വലുതാക്കി കുടുംബത്തിന്റെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സമചിത്തത പാലിച്ചുകൊണ്ട് നയപരമായിട്ടുള്ള ബന്ധങ്ങൾ പുലർത്തുക. മകയിരം നക്ഷത്രം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് എന്ന് പറയാം. കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാനും അതിൽ നേട്ടങ്ങൾ കൈവരിക്കാനും സാഹചര്യമുണ്ടാകും. മേലധികാരികളുടെ പ്രശംസയും അംഗീകാരവും ഒക്കെ ലഭിക്കുന്നതാണ്. ജോലിക്കയറ്റവും പ്രതീക്ഷിക്കാം. രാഷ്ട്രീയക്കാർ, സാങ്കേതിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർ, നാടകം, സിനിമ തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ എന്നിവർക്കെല്ലാം വളരെ നല്ല സമയമാണ്. അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. ആദ്യത്തെ 1-2 മാസം കഴിയുമ്പോൾ പിന്നീട് കുറേശ്ശെ സമയം അനുകൂലമാകുന്നതാണ്. കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന സ്ത്രീകളായിട്ടുള്ള മകയിര നക്ഷത്രക്കാർക്കും വളരെ നല്ല സമയമാണ്. ആദ്യത്തെ 1-2 മാസം വളരെ ആലോചിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നീട് വർഷം മുഴുവൻ അതിന്റെ നേട്ടങ്ങൾ നിലനിൽക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് മകയിര നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1200 ആണ്ടിന്റെ സമ്പൂർണ്ണ ഫലമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.